നമസ്കാരം, 42 ന്യൂസിലേക്ക് സ്വാഗതം. ഇറാനെതിരെയുള്ള യുദ്ധം കനക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഇസ്രയേലിനൊപ്പം അമേരിക്ക പങ്കുചേരുന്നു എന്നത് ലോകത്തെ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇസ്രയേൽ ആരംഭിച്ച യുദ്ധം അത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ ഉറപ്പിക്കാം. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു തുടങ്ങിയ യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്ക കൂടി ചെന്നെത്തുന്നതോടെ അത് ലോകത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇറാനെതിരെ നടത്തുന്ന ഏതൊരു ആക്രമണവും റഷ്യക്ക് നോക്കി നിൽക്കാൻ പറ്റുകയില്ല. ഇനി കളി കടുത്താൽ യുദ്ധത്തിൽ നേരിട്ടിറങ്ങുന്നത് സാക്ഷാൽ റഷ്യ തന്നെയായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ആണവായുധങ്ങളും കൂടാതെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളും കയ്യിലുള്ള രാജ്യമാണ് റഷ്യ. ഇനി അമേരിക്ക യുദ്ധത്തിൽ കാലെടുത്ത് വെച്ചാൽ തന്നെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും സംഭവിക്കാൻ പോകുന്നത് സർവനാശമായിരിക്കുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയും അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കും പുടിൻ ഇപ്പോൾ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം കനക്കുന്നതിനിടെ അമേരിക്കയ്ക്കെതിരെ അന്തിമ മുന്നറിയിപ്പുമായാണ് റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത്. അനാവശ്യമായി ഇറാനെ ആക്രമിക്കുകയോ ഇസ്രയേലിന് പ്രത്യക്ഷ സൈനിക സഹായമോ നൽകിയാൽ അതിന്റെ പരിണിത ഫലം രൂക്ഷമായിരിക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നയതന്ത്രപരമായ പരിഹാരങ്ങൾ ആദ്യം മുന്നോട്ട് വയ്ക്കാമെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത്. ഇരു രാജ്യങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ റഷ്യ തയ്യാറാണെന്നും ഇസ്രയേലിന്റെ ആശങ്ക പരിഗണിക്കാമെന്നും അതുപോലെ തന്നെ ഇറാന് യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവസരം ഒരുക്കിയുള്ള ഒരു പരിഹാരവും മുന്നോട്ട് വയ്ക്കുമെന്നാണ് പുടിൻ വ്യക്തമാക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ സാധ്യതയെപ്പറ്റി താൻ ചർച്ച ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പുടിൻ വ്യക്തമാക്കിയത്. എന്നാൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഡൊണാൾഡ് ട്രംപ് പുടിന്റെ വാക്കുകളെ പരിഹസിക്കുകയായിരുന്നു. ആദ്യം സ്വന്തം രാജ്യത്ത് സമാധാനം ഉണ്ടാക്കൂ എന്നോ പിന്നീട് ഈ രാജ്യങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. ഇതോടുകൂടി റഷ്യയുമായുള്ള വൈരാഗ്യം കൂട്ടിയിരിക്കുകയാണ് ട്രംപ്. ഇതോടെ ട്രംപ് യുദ്ധത്തിൽ ഇടപെട്ടാൽ റഷ്യ നിലപാടുകൾ കടുപ്പിക്കുമെന്ന് ഉറപ്പിക്കാം. റഷ്യ കൂടി കളത്തിലിറങ്ങിയാൽ റഷ്യയുടെ ഒപ്പം ചൈനയും ഉത്തര കൊറിയയും രംഗത്തെത്തും. അതോടെ പൊതുശത്രുവിനെ നേരിടാൻ ഹൂതികളും ഹമാസും ഹിസ്ബുള്ളയുമെല്ലാം രംഗത്ത് വരും. അവിടെ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം ലോക മഹായുദ്ധം എന്ന ഭയം ലോകത്തിൽ തന്നെ ഇപ്പോൾ പൊട്ടിമുളക്കുന്നത്. ഒരാഴ്ച പിന്നിട്ടിട്ടും ഇറാൻ ഇസ്രയേൽ യുദ്ധം കനക്കുകയാണെന്നുള്ളത് ഭയാനകമായ പല സൂചനകൾ തന്നെയാണ് ലോകത്തിന് നൽകുന്നത്.